ഞാൻ ഡോക്ടർ നീരജ് രവിപ്രസാദ്. ഞാൻ ഡി ലാബ് ഹെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ്, അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. പിന്നെ കഴിഞ്ഞ തവണ നമുക്ക് ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ സനൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തപ്പോൾ അയാൾക്ക് തല ഫുള്ളായിട്ടും നെക്രോട്ടൈസിങ് ഫാസിക്കുലൈറ്റീസ് വന്നിട്ട് ഒരു ഇഷ്യൂ വന്നതാണ്. എവിടുന്നാണ് ചെയ്ത അയാൾ ചെയ്തത് എറണാകുളത്ത് നിന്ന്. അങ്ങനെ അതിന് ശേഷം ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ DM ഓഫീസും എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് സ്ക്വാഡിനെ ഇറക്കി ഇവരെല്ലാ ഹെയർ ക്ലിനിക്കിലും ചെല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്തും വന്നിരുന്നു. അവർ ഫ്രം ഓരോ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. അത് ഡോക്ടർ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും, അവിടെ സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും, അവിടെ യൂസ് ചെയ്യുന്ന വെള്ളമാണെങ്കിലും, അവിടെ യൂസ് ചെയ്യുന്ന പൊല്യൂഷൻ്റെ കാര്യങ്ങളാണെങ്കിലും, അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും, അവിടുത്തെ അവിടെ യൂസ് ചെയ്യുന്നതും അവിടെ കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും അവർ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ ഓക്കെ പറഞ്ഞ് അത് മുന്നോട്ട് തുടരാൻ പറ്റുള്ളൂ. നമ്മളെ അടുത്ത് DMO വന്നിരുന്നു. 25 ക്ലിനിക്കുകളാണ് ടോട്ടൽ ഹെയർ ക്ലിനിക്കാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ മാത്രം എനിക്ക് തോന്നുന്നു അവർ പോയത്. അതിലെല്ലാ ഫേമസ് ഹെയർ ക്ലിനിക്കും ഉണ്ട് കേട്ടോ. നമ്മളടുത്ത് വന്നിരുന്നു. നമ്മളടുത്ത് വന്നു. അവർ 3 മണിക്കൂർ ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണുന്നു. ഒരു കുഴപ്പമില്ല, ഒരു ഇഷ്യൂവും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. അവർ വന്നു, അവരെല്ലാം ഹാപ്പിയായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയി. കാരണം അവരപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഫേക്കാണ്, അവിടെ പോയിട്ട് കാര്യമില്ല, റിസൾട്ട് ഇല്ല, സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നവന്മാർ, അങ്ങനെ പറയുന്നവന്മാർ ഇതൊന്ന് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ വെറുതെ അങ്ങോട്ട് പോവുമോ? ഇത് അടച്ചിടേണ്ടി വരില്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത് ബേസിസിലാണ് ഈ പറയുന്നത്? നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വന്നിത് പറയുമ്പോൾ ഒരു ആധികാരികത ഇല്ലാതെയാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾ വന്ന ഡേറ്റും നിങ്ങൾ ടൈമും നിങ്ങൾ പേരും പറയുകയാണെങ്കിൽ നമുക്കതൊന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് മാറ്റമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ട് ഇല്ല, അതുകൊണ്ടാണ് ഈ പറയണമെങ്കിലും അങ്ങനത്തെ ഒരു സാമാന്യ മര്യാദ നിങ്ങൾക്ക് കാണിച്ചുകൂടെ. അല്ലാതെ നിങ്ങളെ പേര് പോലും പറയാതെ, നിങ്ങളോട് ഞാൻ എത്ര തവണ ചോദിച്ചു, ഞാൻ പറയണത് മെയിനായിട്ട് ഈ ബാഡ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരെ പറ്റി കേട്ടോ. അവരോട് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ, നിങ്ങൾ വരുന്ന സിറ്റിങ്ങിൻ്റെ ഡേറ്റ് ചോദിക്കും. അപ്പോൾ ഡേറ്റ് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പേര് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല, ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പോൾ പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ദെൻ ഓൾസോ ദേ ഷുഡ് ജഡ്ജ്മെൻ്റലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇത് എന്ന് വെച്ചാൽ ഒരു അജണ്ട ടൈപ്പ് ഒരു മെൻറ്റാലിറ്റിയാണിത്. തകർക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ ആളുകൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് റീഫണ്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു മാറ്റവും ഇല്ല, നമ്മൾ പറഞ്ഞ പോലെ 3 ബോട്ടിൽ സിറം യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് 2 സിറ്റിങ്, ഒരു ബൂസ്റ്റർ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിന് ഒന്നും കൂടി ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട്. അത്രയും ഒക്കെ ചെയ്യുന്ന ക്ലിനിക്കുകൾ ഇല്ല വേറെ എവിടെയും. നിങ്ങൾ ചിലവാക്കിയ പൈസ പോയി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ ആ റിസൾട്ട് ഇല്ലെങ്കിൽ ശരി എന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കൈയൊഴിയുന്ന എല്ലാ ക്ലിനിക്കുകളും അധികവും ആ സമയത്താണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് സംസാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കമൻറ്റ് ഇടണം നേരം മതി. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഫോൺ വിളിച്ച് ഞങ്ങളോട് നിങ്ങൾ ജസ്റ്റ് വിളിച്ചിട്ട് പറയണേ, ഞാൻ 2 ഫോട്ടോസ് ഇടുന്നത്, എൻ്റെ പേര് ഇതാണ്, എനിക്ക് വന്നിട്ടില്ല, ഞാൻ നാളെ വരും ക്ലിനിക്കിൽ, നിങ്ങൾക്ക് വന്ന് എനിക്ക് എന്താ വേണ്ട ചെയ്തു തരണം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് രീതിയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ 3 ബോട്ടിൽ സിറവും യൂസ് ചെയ്തിട്ടുണ്ട് ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ പോയിട്ടുണ്ട്, 2 സിറ്റിംഗ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്നിട്ട് മാറ്റില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ആദ്യം തൊട്ടൊന്നും കൂടി ചെയ്യാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് അങ്ങനെയൊന്നും ഒരാളും ചെയ്യില്ല, അതൊരു കാര്യം. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. പക്ഷേ നേരെ മറിച്ച് ഇവർക്ക് എന്താ ചെയ്യുക, ഇവർ ഡയറക്റ്റ് പോയിട്ട് കമൻ്റ് ഇടില്ല. ഇവർക്ക് കമൻസ് അങ്ങോട്ട് ഇടുമ്പോഴുള്ളൊരു ഒരു ഹൈ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഇതിന്ന് ഇവർക്ക് അനുഭൂതി അവർക്ക് ഈ കമൻ്റ് ഇടുമ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അവർക്ക്. അതാണ് അവർ കമൻ്റ് ഇടുന്നത്. അല്ലെങ്കിൽ അവർ പേര് പറയുക, അവർ വന്ന ഡേറ്റ് ചോദിക്കുക, അതൊന്നുമില്ല.
അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട്. അത് നമ്മളെ കമൻറ്റിൻ്റെ അടിയിലല്ല, ഇതിൻ്റെ അടിയിൽ വേറെ കുറേ പല ക്ലിനിക്കുകൾ നമ്മളെ പേര് വരുന്ന വേറെ വീഡിയോസിൽ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇവരോടൊന്നും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ISO 9001 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം അവരിതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ. ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം നൽകുന്ന ISO സർട്ടിഫിക്കേഷൻ ഒരിക്കലും പൈസ കൊടുത്താൽ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. വേറെ ISO വേറെയും കുറേ ISOs ഉണ്ട്, ഇഷ്ടംപോലെ ISO ഉണ്ട്. അതൊന്നും ഒരു വാല്യൂ ഇല്ല. ആ ISO സർട്ടിഫിക്കേഷനൊക്കെ ഒരു ചെക്കിങ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരുടെ അടുത്ത് ചെക്കിങ് വരുമ്പോൾ ഇവർ ആദ്യം തന്നെ ISO സർട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഇമ്പ്രസ്ഡ് ആയി. കാരണം എന്താ, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറം നൽകിയതാണത് ഞങ്ങൾക്ക്. അത് നൽകിയിട്ടുള്ള ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറവും ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും നൽകിയ ISO സർട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ ക്വാളിറ്റി, എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു സർവീസാണ് നമ്മൾ നൽകുന്നത് എന്ന് അതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ക്വാളിറ്റീൻ്റെ അങ്ങേയറ്റ ഇതാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ. ഇത്തരത്തിൽ സർട്ടിഫിക്കേഷൻ നമുക്ക് തന്നത് പൈസ കൊടുത്താൽ മേടിച്ചതെന്ന് ഇനി ആളുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ചോദിക്കാൻ പറ്റും. പൈസ കൊടുത്താൽ ISO 9001 സർട്ടിഫിക്കേഷൻ ഫ്രം IAF കിട്ടുമോ എന്ന്. IAF ആണ് വേണ്ടത്. അതിന്ന് കിട്ടുമോ? ISO അല്ലാത്ത ISO ഒക്കെ ഇഷ്ടംപോലെ കിട്ടാനൊക്കെ ഉണ്ടാവും. ചെറിയ പൈസ കൊടുത്ത് തട്ടിക്കൂട്ടി കുറേ എന്താണ് പറയുക, ഉടായ്പ് ISO സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതല്ല ഞാൻ ചോദിക്കുന്നത്, വാലിഡ് ആയിട്ടുള്ള IAF നൽകുന്ന ISO സർട്ടിഫിക്കേഷൻ, ഞങ്ങൾക്ക് കിട്ടിയ ആ ISO സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായില്ലേ? കമൻ്റ് ഇടാനൊക്കെ എളുപ്പമാണ്, തകർക്കാനൊക്കെ എളുപ്പമായിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രത്തോളം ജെന്യുവനാണ് എന്ന് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇനി തെളിഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ജെന്യുവിനിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും വേണ്ട. നമ്മളെത്ര പെർഫെക്റ്റ്, നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ജെന്യുവിനാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യമാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതും അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ, DM ഓഫീസിൽ നിന്ന് റെയ്ഡ് വന്നിരുന്നു. DM ഓഫീസിൽ റെയ്ഡ് വന്നപ്പോൾ DM ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. മനസ്സിലായില്ലേ? ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ISO സർട്ടിഫിക്കേഷൻ കിട്ടില്ല, അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല, നിങ്ങളെ കണ്ടോടത്തോളം നിങ്ങൾക്ക് എന്തോ ഈ പറയുന്ന കൂട്ടർക്ക് ചെറിയൊരു അജണ്ട ഉണ്ട്. അതായത് ഒരു വലിയ വലിയ ക്ലിനിക്കിൻ്റെ ആൾക്കാരായിരിക്കാം, പറയാനില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരിക. ഞാൻ ഈ ജൂൺ 1 തൊട്ട് ഒരു ഓഫറുണ്ട്. ആ ഓഫർ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് 2 സിറ്റിങ് പ്ലസ് ബൂസ്റ്റർ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ഇല്ല എങ്കിൽ, 3 ബോട്ടിൽ സിറവും യൂസ് ചെയ്ത് ചേഞ്ച് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഫുൾ ഫ്രം ദ ഫസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു തരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്.